ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മുട്ട റോസ്റ്റ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ മുട്ട റോസ്റ്റാണ്, എന്നാൽ അത്രയ്ക്ക് ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഞാനൊരു പാൻ എടുത്തു, അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ വേണം ഇതിനെ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ കടുകിട്ട് പൊട്ടിക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യാൻ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ കടുകിട്ട് പൊട്ടിച്ചു. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം മാത്രമേ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇടാവേ. അപ്പോൾ എൻ്റെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ്. അരിഞ്ഞു വെച്ച ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത് തന്നെ ചേർക്കുക. അതാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ പേസ്റ്റ് ചേർക്കുമ്പോഴേ പാത്രത്തിലൊക്കെ പിടിക്കും. അത് പിന്നെ എനിക്ക് വലിയ ടേസ്റ്റായിട്ട് അരിഞ്ഞു വെച്ചതാണ് കുറച്ചിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യുമോ എന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുക്കിംഗ് ഒക്കെ ചെയ്യും, പിന്നെ വീട്ടിൽ എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യും. എനിക്കങ്ങനെ അറിയായികയൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അറിയാം. ഓക്കെ, ഇനി സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിൽ നമ്മൾ തക്കാളി ചേർക്കത്തില്ലേ, തക്കാളി ചേർക്കാത്ത മുട്ട റോസ്റ്റാണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് നല്ല സോഫ്റ്റ് ആകണം, എന്നാലേ അതിലേക്ക് പെരണ്ടിരിക്കത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പരുവത്തിലല്ല, നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അപ്പോൾ പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാമല്ലോ, സവാള പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ടിപ്പ്. പിന്നെ ഈ ഒരു സ്റ്റേജിൽ മൂടി വെച്ച് വേവിക്കാം. ഞാനാണെങ്കിൽ ആകെ 2 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇളക്കി തന്നെ അങ്ങ് വേവിക്കുക കേട്ടോ. അപ്പോൾ ഈ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ അടുക്കളയിൽ കയറി എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് ചോറമ്മ വയ്ക്കും, ബാക്കി കറികളും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ രാവിലെ ഇടിയപ്പമായിരുന്നു, അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ മുട്ട റോസ്റ്റ് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് പെട്ടെന്ന് എടുപിടിയുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഞാനൊരു ഒറ്റ ഒരു സവാള എടുത്തിട്ടുള്ളൂ, ഇച്ചിരി ഒരു മീഡിയം സൈസിലെ സവാള. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇനി അതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം എരിവുള്ള മുളക് പൊടിയായിട്ടത്, ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടി. പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. ഈ 3 പൊടികൾ മാത്രമേ ആവശ്യമുള്ളൂ. മല്ലിപ്പൊടി ഇതിന് ആവശ്യമില്ല. അതുപോലെ ഗരം മസാലയും മസാലപ്പൊടികളും ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം വെച്ചൊന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുളക് പൊടി ഇട്ടു, എരിവുള്ള മുളക് പൊടി ഇട്ടു, അതുപോലെ കാശ്മീരി ചില്ലി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഈ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മൂപ്പിക്കണം. ഈ സമയത്ത് തീ ഒരുപാട് കൂട്ടരുത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പൊടിയെല്ലാം കൂടി കരിഞ്ഞു പോവും. പിന്നെ നമ്മുടെ കറിക്ക് കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സോട്ടായി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ. തിളച്ച വെള്ളം ചേർത്തില്ലെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത സാധനത്തിലേക്ക് പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. തിളച്ച വെള്ളം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ഈ റോസ്റ്റാണ്, ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് എല്ലാത്തിലേക്കും കൂടി ആ പൊടികളൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഇച്ചിരി ഒരു കുഴമ്പ് രൂപത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. വേവുകയും ചെയ്യും. ഈ സമയത്ത് ഇത്രയൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കുരുമുളക് തിരുമ്മി വെച്ച മുട്ട 2 മുട്ട ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തേ. എന്നിട്ട് മുട്ടയിലേക്ക് കൂട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചു. ഇത് നിങ്ങൾ കഴിക്കുന്നതിന് ഒരു 10-20 മിനിറ്റ് മുന്നേ ഈ കറി ഉണ്ടാക്കി വെക്കണേ, എന്നാലേ എല്ലായിടത്തും പിടിച്ച് ആ ഒരു ടേസ്റ്റിലേക്ക് വരത്തുള്ളൂ കേട്ടോ. മൂടി തുറന്നപ്പോഴത്തേക്കും ഫുൾ സെറ്റായി കഴിഞ്ഞു, നമ്മുടെ കഴിക്കാനുള്ള പരുവത്തിലേക്കായി കഴിഞ്ഞു. ഇപ്പം ഞാൻ കഴിക്കത്തില്ല, ഞാൻ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളേ. അപ്പോൾ ഞാനിന് കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ വീശപ്പം ഇല്ലേ, അതായത് ഇടിയപ്പത്തിൻ്റെ വലുത് വീശപ്പം. നിങ്ങൾ നാട്ടിലെങ്ങനെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെ നല്ല വീതിയിലുള്ള ഇടിയപ്പം പോലെയാണ് സംഭവം ഇരിക്കുന്നത്. വീശപ്പത്തിൻ്റെ കൂടെയാണ് കോമ്പിനേഷൻ, പുട്ടിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.